അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, മംഗൽപാടി പഞ്ചായത്തിൻ്റെ 2026-2027 വർഷങ്ങളിലെ അതിമനോഹരമായ ഒരു ബഡ്ജറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു, കേൾക്കാൻ വേണ്ടി സാധിച്ചു. കണ്ണുകൾക്ക് വല്ലാതെ ആനന്ദമാണ്, കാതുകൾക്ക് ഇമ്പമാണ്, മനസ്സിന് നല്ല കുളിരാണ്. മാഷാ അല്ലാഹ്, നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. വളരെ സന്തോഷമുണ്ട്. കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ മംഗൽപാടി പഞ്ചായത്ത്. ഈ പറഞ്ഞ വാക്കുകളെല്ലാം പ്രാവർത്തികമാക്കുവാൻ, അതൊക്കെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആ ബഡ്ജറ്റ് എൻ്റെ അവതരണം നമുക്ക് കാണാം. സ്നേഹമുള്ളവരെ, മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൻ്റെ 2026-27 വർഷത്തെ സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണമായിരുന്നു ഇന്ന് നടന്നത്. ഏകദേശം 30 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വിവിധ മേഖലകളിൽ നടപ്പിലാക്കാൻ വേണ്ടി 2026-27 വർഷത്തിൽ ഞങ്ങൾ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ പുതിയ ഭരണസമിതിയുടെ കന്നി ബജറ്റായിരുന്നു ഇന്ന് നടന്നത്. ആ കന്നി ബജറ്റിൽ ഈ ഭരണസമിതിയുടെ 5 വർഷത്തെ കാലാവധിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റായിരുന്നു. നമ്മുടെ സ്വപ്ന പദ്ധതിയായിരുന്നു സ്വന്തമായി മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്ഥാന മന്ദിരം, പുതിയ ബിൽഡിംഗ്. അതിൻ്റെ DPR തയ്യാറാക്കാൻ 5 ലക്ഷം രൂപയും ആ പദ്ധതി നടപ്പിലാക്കാനുള്ള പണവും വകയിരുത്തുകയും അതോടൊപ്പം പഞ്ചായത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിലവിലുള്ള ബസ് സ്റ്റാൻഡ് പൊളിച്ച് അവിടെ BOD അടിസ്ഥാനത്തിൽ ഏകദേശം 150 കോടി രൂപയോളം ചെലവ് വരുന്ന BOD അടിസ്ഥാനത്തിലുള്ള പുതിയ ആധുനിക കാലഘട്ടത്തിലെ ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ് ബസ് നിർത്താനുള്ള സ്ഥലം, ഫിഷ് മാർക്കറ്റ്, ടോയ്ലറ്റ്, പാർക്കിംഗ് അടക്കമുള്ള പുതിയ കാലഘട്ടത്തിലെ ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ്. അതുപോലെ നമ്മളുടെ മാലിന്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട്. ഇവിടെ കഴിഞ്ഞ കാലയളവിലെ ഭരണസമിതികൾ ഇവിടെ നടപ്പിലാക്കിയ ഒരുപാട് വികസന പ്രവർത്തനത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഇവിടെ STP യാഥാർത്ഥ്യമാക്കൽ 3,86 ലക്ഷം രൂപയാണ്. അതിൻ്റെ പൂർത്തീകരണം നമ്മളുടെ ഉപ്പളയിലാണ് അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. ബയോമൈനിങ്, കുമ്പണ്ണൂർ മാലിന്യ പ്ലാന്റിലെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അവിടുത്തെ ബയോമൈനിങ്ങിൻ്റെ പൂർത്തീകരിക്കാൻ വേണ്ടി 2 കോടി, MCF 1 കോടി. അങ്ങനെ പൊതുവായി കഴിഞ്ഞ കാലയളവിൽ നമ്മൾ വെച്ചുകൊണ്ടുണ്ടായിരുന്ന റോഡുകളും തോടുകളും തടയണകളും അതുപോലുള്ള BCB പോലുള്ള കാര്യങ്ങൾ, അതുപോലെ കൃഷി മേഖലയിലെ നെൽകൃഷിക്കും അതുപോലെ കവുങ്ങും മറ്റുള്ള കൃഷി മേഖലകളിലെ പ്രോത്സാഹനവും, വെറ്റിനറിയിലെ മേഖലയിലെ കോഴി വളർത്തലും പശുവിനുള്ള ആനുകൂല്യങ്ങളും ഒക്കെ നൽകാനും, ആരോഗ്യ മേഖലയിലേക്ക്, വിദ്യാഭ്യാസ മേഖലയിലേക്ക്, സർവ്വ മേഖലയിലെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള സമ്പൂർണ്ണ ഒരു ബജറ്റാണ് ഇപ്രാവശ്യം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ നടപ്പിലാക്കാൻ നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകണം. അതോടൊപ്പം ഇന്നത്തെ ഈ ബജറ്റിനെ വ്യത്യസ്തമാക്കുന്നത് മറ്റൊരു കാര്യം, 24 മെമ്പർമാർക്കും ഇവിടെ ടാബ് അനുവദിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ സേവനങ്ങൾക്ക് കൃത്യമായി മെമ്പർമാർക്ക് നേരിട്ട് അവർക്ക് സേവനങ്ങൾ നൽകാൻ വേണ്ടി, അവരുടെ ആപ്ലിക്കേഷൻ നൽകാൻ വേണ്ടി, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ഇന്ന് K-സ്മാർട്ടാണ്. ആ K-സ്മാർട്ടിൽ അവർക്ക് പെട്ടെന്ന് മെമ്പർ തന്നെ അതിനുള്ള പരിഹാരം കാണാൻ വേണ്ടി 24 മെമ്പർക്കും ഒരു ആസൂത്രണ സമിതി, വൈസ് ചെയർമാൻ അടക്കമുള്ള, സെക്രട്ടറിക്ക് അടക്കമുള്ള ആളുകൾക്ക് പ്രസിഡന്റിൻ്റെ സമ്മാനമായി ടാബും, ഇവിടുത്തെ 80ഓളം വിവിധ തരങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാർ, താൽക്കാലിക ഉദ്യോഗസ്ഥന്മാർ, ഇവിടുത്തെ പാർട്ട് ടൈം ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ള ആസൂത്രണ സമിതി അടക്കമുള്ളവർക്ക് ഒരു സമ്മാനങ്ങളൊക്കെ നൽകി സർവ്വ മേഖലകളിലും ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ,
മെമ്പർമാരെ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ബജറ്റ് അവതരണങ്ങളും കാര്യങ്ങളുമാണ് നടന്നിട്ടുള്ളത്. വരുന്ന ആളുകളിലെ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ, ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിങ്ങളെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും മംഗൽപാടി പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും ഒരു രീതിയിൽ സേവനങ്ങൾ ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായും പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സേവനങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പ്രസിഡന്റിൻ്റെ ശമ്പളത്തിൽ നിന്നും ഒരാളെ പുറത്ത് ഇരുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോൾ പ്രസിഡന്റ് നിങ്ങൾക്ക് വരുമ്പോൾ കാണണമെന്നില്ല, പലതരത്തിലുള്ള മീറ്റിങ്ങുകളും ഉദ്ഘാടനങ്ങളിലൊക്കെ പോകുന്നത് കൊണ്ട് രാവിലെ 9:55 മുതൽ വൈകുന്നേരം 5:30 മണി വരെ പഞ്ചായത്തിൽ നിൽക്കുന്ന ഒരാളെ സ്ഥിരമായി നിർത്തിയിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സാലറിയിൽ നിന്ന്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരേണ്ടതുണ്ട്. നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലയളവിലെ ബോർഡുകൾ, ഭരണസമിതികൾ ഉണ്ടാക്കിയിട്ടുള്ള വികസന പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായി പുതിയ കാലഘട്ടത്തിലെ പുതിയ കാഴ്ചപ്പാടുമായിട്ടാണ് ബോർഡുകൾ പോകുന്നത്, ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു.